ഹായ് എവരിവൺ, ദിസ് ഈസ് മീ കസാഖ് ബെൻചാലി. ഒരിക്കൽ കൂടി മറ്റൊരു ലോ ഓഫ് അട്രാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തെറ്റായിട്ടുള്ള റോങ് അഫർമേഷൻ ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? പലരും പറയാറുണ്ട്, ഞാൻ അഫർമേഷൻ എല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, വിഷ്വലൈസേഷൻ കറക്റ്റായിട്ട് ചെയ്യുന്നു, പക്ഷെ ഞാൻ എപ്പോഴും കൂടുതൽ അഫർമേഷൻ ചെയ്യുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഇനി അഫർമേഷൻ എന്ന ബോധമില്ലാതെ തന്നെ തെറ്റായിട്ടുള്ള വാക്കുകൾ ഇങ്ങനെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വാക്കുകൾ കൊണ്ട് പ്രാർത്ഥിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ലൈഫിലേക്ക് എന്താണ് സംഭവിക്കുക? നമ്മൾ എന്താണ് റിയലി അട്രാക്ട് ചെയ്യുക എന്ന് ചോദിക്കാറുണ്ട് പലരും. പല ആളുകളും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പരാതി പറയാറുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ അത് നടക്കുന്നില്ല, ഇത് നടക്കുന്നില്ല എന്നൊക്കെ പരാതി പറയാറുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു സീരീസ് വീഡിയോ ആണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം പല ആളുകളുടെയും ലോ ഓഫ് അട്രാക്ഷൻ നടക്കുന്നില്ല എന്നുള്ള പരാതി, കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് നടന്നിട്ടുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ്റെ. അത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ എനർജി. അത് ഈ പ്രപഞ്ചത്തിലുള്ള ഒരു എനർജിയാണ്. ഇപ്പൊ നമുക്കൊരു പായ കപ്പൽ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ്, പായ കപ്പൽ, ഇതൊക്കെ സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഈ പ്രകൃതിയുടെ നിയമം അനുസരിച്ചിട്ടാണ്. ഇവിടെയുള്ള ലോ ഓഫ് ഗ്രാവിറ്റി, അതുപോലെ തന്നെ കാറ്റിൻ്റെ സഞ്ചാര നിയമങ്ങൾ, ഈ പ്രകൃതിയുടെ പലതരത്തിലുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഈ റിസോഴ്സിൻ്റെ എതിർദിശയിലോ അല്ലെങ്കിൽ റിസോഴ്സിന് അനുകൂലമല്ലാത്ത രീതിയിലോ അല്ലെങ്കിൽ അതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് താഴെ വീഴും. അതായത് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്രാവിറ്റി ഉള്ളത് കൊണ്ട്, ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും, ചിറകുകളിൽ അതിൻ്റെ മർദ്ദം താങ്ങി നിർത്തുന്നു എന്നുള്ളത് കൊണ്ടും ഫ്ലൈറ്റ് താഴെ വീഴാതെ മുന്നോട്ട് കുതിക്കുന്നു. എഞ്ചിൻ പ്രവർത്തനം നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ലോ ഓഫ് അട്രാക്ഷൻ എനിക്ക് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ നിയമം എനിക്ക് അനുകൂലമല്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല, അപകടം സംഭവിക്കും. കാരണം എന്താണ്? എഞ്ചിൻ നിന്നു. എഞ്ചിൻ എന്തുകൊണ്ട് നിന്നു എന്നുള്ളത് പ്രകൃതിക്ക് അറിയില്ല. പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം വിമാനത്തിന്റെ എഞ്ചിൻ നിന്നു, മുന്നോട്ട് ചലിക്കുന്നില്ല. മുന്നോട്ട് ചലിക്കാത്ത ഒരു വസ്തുവിനെ വായുവിൽ എത്ര ചിറകിന് കപ്പാസിറ്റി ഉണ്ടെങ്കിലും, വീതി ഉണ്ടെങ്കിൽ പോലും പ്രഷറിൽ അത് ഹോൾഡ് ചെയ്ത് നിൽക്കില്ല, താഴെ വീഴും. അതുപോലെ തന്നെയാണ് പായക്കപ്പൽ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? കാറ്റെന്ന് പറയുന്ന ഒരു വസ്തുവിനെ, പ്രകൃതിയിലുള്ള ഒരു റിസോഴ്സിനെ ഉപയോഗപ്പെടുത്തി, ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു റിസോഴ്സിനെ ഇങ്ങോട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് കൃത്യമായിട്ടും ചിറകുകളിൽ അതിൻ്റെ പായയിൽ വരുത്തുന്ന, മുന്നോട്ട് സഞ്ചരിക്കാൻ അനുകൂലമാകുന്ന രീതിയിൽ പായയിൽ വരുത്തുന്ന വ്യത്യാസത്തിനനുസരിച്ചിട്ട് അതിനെ അനുകൂലമാക്കുകയാണ്, അതിനെ എതിർക്കുകയല്ല. അല്ലെങ്കിൽ ആ ഒരു പ്രകൃതിയുടെ വിഭവമായിട്ടുള്ള കാറ്റിനെയും ഗ്രാവിറ്റിയെയും ചൂഷണം ചെയ്തുകൊണ്ടുമല്ല, മറിച്ച് അതിനെ അനുകൂലമാക്കുകയാണ്. ചെറുതായിട്ടൊന്ന് പാളിക്കഴിഞ്ഞാൽ അത് പ്രതികൂലമാകും. അല്ലെങ്കിൽ പായ കെട്ടുന്നിടത്ത് കൃത്യമായിട്ടും ദിശാബോധം ഇല്ലെങ്കിൽ, ലക്ഷ്യബോധമില്ലെങ്കിൽ, ആ ഒരു കൃത്യമായ ലക്ഷ്യത്തിലേക്ക് വെക്കുന്ന രീതിയിൽ അതിനെ അലൈൻ ചെയ്തിട്ടില്ലെങ്കിൽ റോങ് സ്ഥലത്ത് എത്തിപ്പോവും. എത്താൻ പ്ലാൻ ചെയ്തത് യൂറോപ്പിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്, ഇന്ത്യയിലേക്കാണ് യാത്ര തിരിക്കുന്നത്. പക്ഷെ കൃത്യമായിട്ടുള്ള പായ കെട്ടിയിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ നമ്മൾ അമേരിക്കയിലെത്താം, ചിലപ്പോൾ ആഫ്രിക്കയിലും എത്താം. കാരണം എന്താണ്? ഡെസ്റ്റിനേഷൻ ആദ്യം തീരുമാനിച്ച് അതിനനുസരിച്ചിട്ട് പ്രകൃതിയിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളായിട്ടുള്ള കാറ്റിനെയും അതുപോലെ വെള്ളത്തെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഗ്രാവിറ്റിയും എല്ലാം ഉപയോഗപ്പെടുത്തി ആ റിസോഴ്സിനെ കൃത്യമായിട്ട് നമ്മളുടേതായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് അലൈൻ ചെയ്യുമ്പോൾ ആ നിയമത്തെ നമുക്ക് അനുകൂലമായിട്ട് യൂസ് ചെയ്യുന്നു. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒന്നും എടുക്കുന്നില്ല, ലക്ഷ്യം തീരുമാനിച്ചിട്ടില്ല, ചുമ്മാ പായ കെട്ടി ഇനി പ്രകൃതി എന്നെ കൊണ്ടുപോകട്ടെ, വെള്ളം എന്നെ കൊണ്ടുപോകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും കൊണ്ടുപോവില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പായ കെട്ടുന്നിടത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ പാളിച്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ പോലും നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് എത്തില്ല. കാരണം വെള്ളം എന്ന് പറയുന്ന ഒരു റിസോഴ്സിന് നമ്മൾ മാസ്റ്റർ ചെയ്യണം, വിൻഡ് എന്ന് പറയുന്ന കാറ്റിനെ മാസ്റ്റർ ചെയ്യണം, അതുപോലെ തന്നെ ഗ്രാവിറ്റി, ഇങ്ങനെയുള്ള പ്രകൃതിയുടെ വിഭവങ്ങളെ എല്ലാം മാസ്റ്റർ ചെയ്ത് അതിനെ നമുക്ക് അനുകൂലമാക്കി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ നമുക്ക് സുരക്ഷിതമായിട്ട് എത്തിച്ചേരാനും പറ്റും. അതാണ് പ്രകൃതി നിയമങ്ങളുടെ പ്രത്യേകത. അത് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രത്യേകത. ലോ ഓഫ് അട്രാക്ഷൻ ഒരു പ്രകൃതി നിയമമാണ്. അപ്പോൾ പലരും അഫർമേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ സംഭവിക്കാതെ പോകുന്നതിലെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്നതൊന്നും നേടിയെടുക്കാൻ പറ്റാതെ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് അട്രാക്ട് ലൈക്ക് എന്നുള്ളതാണ് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏറ്റവും വലിയ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം അട്രാക്ട് ചെയ്യണമെങ്കിൽ വി മസ്റ്റ് ബി ദ ഫസ്റ്റ് പാർട്ട് should create that much like to attract the another like or similar like. അപ്പോൾ നമ്മൾ എന്താണോ, നമ്മളുടെ ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വൈബ്രേഷൻ, നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എനർജി, നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഫ്രീക്വൻസി, ഇതെന്താണോ സെയിം എനർജി മാത്രമേ നമ്മൾ അട്രാക്ട് ചെയ്യപ്പെടുകയുള്ളൂ. സെയിം ഫ്രീക്വൻസിയിലുള്ള സാധനം മാത്രമേ നമ്മൾ അട്രാക്ട് ചെയ്യപ്പെടുകയുള്ളൂ. ദാറ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് യൂണിവേഴ്സ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അഫർമേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പല ആളുകളും പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ എനിക്ക് രോഗം തരല്ലേ, ദൈവമേ എനിക്ക് അപകടം തരല്ലേ, എനിക്ക് ബാഡ് ജോലി തരല്ലേ, എനിക്ക് പ്രയാസമുള്ള ജോലി തരല്ലേ, എനിക്ക് ബാഡ് ഗേൾ ഫ്രണ്ടിനെ കിട്ടല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല രീതിയിലും, അല്ലെങ്കിൽ എനിക്ക് പ്രയാസങ്ങൾ വരുത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ അഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. സത്യത്തിൽ ഇതെല്ലാം നമ്മൾ പറയുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതിയുടെ നിയമമാണ്. അപ്പോൾ പ്രയാസം വരുത്തല്ലേ എന്ന് പറയുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്നർ ഇമേജ് എന്തിൻ്റെയാണ്? പ്രയാസത്തിൻ്റെയാണ്. അപകടം വരുത്തല്ലേ എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി എന്തിൻ്റെയാണ്? അപകടത്തിൻ്റെയാണ് അല്ലേ? നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നത് അപകടം പിടിച്ച് കിടക്കുന്നത് നമ്മുടെയാണ്. അപ്പം നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രം നമ്മുടെ അഫർമേഷനായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് സേഫ് ആയിട്ടുള്ള ജേണി തരണം, എനിക്ക് ഹാപ്പിനെസ് തരണം, എനിക്ക് സന്തോഷം തരണം, എനിക്ക് കടമല്ല തരേണ്ടതെന്ന് പറയുന്നതിന് പകരം എനിക്ക് സമ്പത്ത് തരണം, എനിക്ക് ധാരാളം പണം വേണം, എനിക്ക് ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യണം, എനിക്ക് എപ്പോഴും ഹാപ്പി ആയിരിക്കണം. നിങ്ങൾ യൂസ് ചെയ്യുന്ന വേർഡും അതിൻ്റെ ഉള്ളിലുള്ള ഇന്നർ ഇമേജും ഹാപ്പിനെസ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള വൈബ് അല്ലെങ്കിൽ പോസിറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകളായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം മൈൻഡ് ഒരു മനുഷ്യൻ്റെ ഭാഷയിൽ രണ്ട് കാര്യങ്ങളായിട്ട് മാത്രമാണ് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഒന്ന് ഇമേജ് ആയിട്ടും രണ്ട് ഇമോഷൻ ആയിട്ടും. അപ്പോൾ നിങ്ങൾ പറയുന്ന ഏതൊരു കാര്യത്തെയും മൈൻഡിന് രണ്ട് രീതിയിലാണ് അത് അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ എടുക്കുക. മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ഇറ്റ് ഈസ് എ ടൂൾ ഓഫ് എ യൂണിവേഴ്സൽ പവർ. അത് ഈ യൂണിവേഴ്സിലുള്ള എനർജി സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള ഒരു ഡിവൈൻ എനർജി സോഴ്സ് ആണ്. അപ്പോൾ അത് റീഡ് ചെയ്യുക. ഓരോ കമാൻഡിലും ഓരോ കാഴ്ചയിലും ഓരോ വേർഡിലും അതിലടങ്ങിയിരിക്കുന്ന ഇമേജ് ആൻഡ് ഇമോഷൻ അല്ലേ. നമ്മളൊരു കരയുന്ന കുട്ടിയുടെ ഇമേജ് കണ്ടു കഴിഞ്ഞാൽ വി വിൽ ഫീൽ അൺഹാപ്പിനെസ്. അല്ലെങ്കിൽ ഒരു കരയുന്ന കുട്ടിയുടെ ഇമേജ് ഓൾറെഡി കയറി കഴിഞ്ഞാൽ വി വിൽ ഫീൽ അൺഹാപ്പിനെസ്. അല്ലെങ്കിൽ ഒരു അപകടത്തിന്റെ വാർത്ത കണ്ടുകഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ, ഈ ഫീലിംഗ് നെഗറ്റീവായിട്ട് മാറും. അതിന് ഇമേജ് കയറുമ്പോഴേ ഇനിയിപ്പോൾ നമ്മളൊരാളോട് ഒരു വാക്കാണ് പറയുന്നതെങ്കിലും ആ വാക്കല്ല നമ്മുടെ ഉള്ളിലേക്ക് കയറുക. ആ അകത്തുള്ള നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുടെ ഇമേജാണ് കയറുക. ഒരു ഭാഷ നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നത്? ആ ഭാഷയിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ്. നമുക്കൊരു ഭാഷ മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ്? ആ ഭാഷയിൽ പറയുന്ന കാര്യങ്ങളെ നമുക്ക് ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്കൊരു ഭാഷ മനസ്സിലാവാത്തത്. അപ്പോൾ ഭാഷയിൽ അടങ്ങിയിരിക്കുന്നതും ഇറ്റ്സ് സീക്വൻസ് ഓഫ് ഇമേജസ് ആണ്. മൈൻഡിലേക്ക് ഒരു ഭാഷ ഒരാൾ സംസാരിക്കുമ്പോൾ, ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളിലുള്ള ഇമേജിന്റെ കൺവേർഷനാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് നടക്കുന്നത്. സോ വെൻ യു ആർ ടോക്കിംഗ് സംതിങ്, വെൻ യു ആർ ഡൂയിങ് അഫർമേഷൻ, മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഡൂയിങ് പോസിറ്റീവ് അഫർമേഷൻ. പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. ഈ പ്രകൃതിയുടെ വിഭവങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് എതിരായി തിരിയും, നിങ്ങൾക്ക് പ്രതികൂലമായി തരും. അയ്യോ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല, ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല, ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. പായക്കപ്പൽ എവിടെയെങ്കിലും പോയി കൃത്യമായിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്തില്ല, നല്ല രീതിയിൽ ഡെസ്റ്റിനേഷനിൽ എത്താൻ കരുത്തുള്ള പായകൾ നിങ്ങൾ പായക്കപ്പലിൽ സെറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ തോണി വെള്ളത്തിൽ അല്ലെങ്കിൽ കപ്പൽ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ, വെള്ളത്തിനെ മാസ്റ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ഡിസൈൻ സ്ട്രക്ചർ നന്നാക്കിയില്ല, അല്ലെങ്കിൽ അതിന് ഉണ്ടാകാൻ പോകുന്ന കാറ്റും കോളിനെയും അതിജീവിക്കാൻ വേണ്ടിയുള്ള ബാലൻസിങ് ഒന്നും നിങ്ങൾ ചെയ്യാതെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്തില്ല, വെള്ളം എന്നെ പറ്റിച്ചു, അതല്ലെങ്കിൽ കാറ്റ് എന്നെ പറ്റിച്ചു, പ്രകൃതിയുടെ നിയമം എന്നെ പറ്റിച്ചു, ഗ്രാവിറ്റി എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല. ഫ്ലൈറ്റ് പൊങ്ങുന്നതിന് മുമ്പ് എഞ്ചിനീയേഴ്സ് വന്നിട്ട് ഫ്ലൈറ്റ് ചെക്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ്റെ എഫിഷ്യൻസി ഉറപ്പുവരുത്താനാണ്, ചിറകിൻ്റെ എഫിഷ്യൻസി ഉറപ്പുവരുത്താനാണ്. മുകളിൽ പോയിട്ട് പ്രകൃതി എന്നെ പറ്റിച്ചു, ഗ്രാവിറ്റി കൊണ്ട് ഞാൻ താഴെ വീണ് മരിച്ചു എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ടും കരഞ്ഞിട്ടും ഒരു കാര്യമില്ല. അതില്ലാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ച് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രകൃതിയുടെ ടൂളിനെ നമുക്ക് ഇഷ്ടമുള്ള ലക്ഷ്യത്തിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാം. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ വഴി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്നതെല്ലാം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ, ഒരു മാസ്റ്റർ യോഗിയായിട്ട് നിങ്ങൾക്ക് മാറണമെങ്കിൽ, നിങ്ങളുടെ ചിന്തയും പ്രവൃത്തിയും എല്ലാം ഒരു ഹയർ ഫ്രീക്വൻസിയിലേക്കും ഹൈ ഹാപ്പിനെസ്സിലേക്കും എല്ലാം അപ്ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ 3-4 ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സുകളുണ്ട്. മണി മാഗ്നറ്റിസം കോഴ്സ് ഉണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ മാസ്റ്റർ ക്ലാസ്സുകളുണ്ട്, ഹാപ്പി ഫാമിലി കോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ മൈൻഡ് പവർ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള സെൽഫ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സുകളുണ്ട്. ഇതെല്ലാം ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് പങ്കെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ യു ക്യാൻ ഓൾസോ അറ്റൻഡ് അവർ ഓൺലൈൻ പ്രോഗ്രാം. താങ്ക് യു സോ മച്ച്. ഞാൻ ഖസാക്ക് ബെൻചാലി. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടണിൽ നിൽക്കുക, ബെൽ ബട്ടൺ അമർത്തുക. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളെ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ, ചെറിയ ടിപ്സുകളെല്ലാം ഞങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. സോ പ്ലീസ് ഫോളോ ഖസാക്ക് ബെൻചാലി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. താങ്ക് യു സോ മച്ച്.